ശാലിനി ഒപ്പം ചേരുന്നു നിയമസഭയ്ക്കുള്ളിൽ നിന്ന്. ശാലിനി, ബജറ്റ് അവതരണം ഇനി 1.5 മണിക്കൂർ മാത്രം അകലെയാണ്. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. അതിനു മുൻപ് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളൂ. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് അല്ലെങ്കിൽ ധനമന്ത്രിയുടെ 5ാമത്തെ ബഡ്ജറ്റ് 1.5 മണിക്കൂറിന് ശേഷം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അല്പസമയം മുമ്പ് KN ബാലഗോപാൽ ധനമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ചില വർധനവുകൾ, പ്രത്യേകിച്ച് നികുതി വർധനവ്, വരുമാനം കൂടുതൽ കണ്ടെത്താനുള്ള ചില നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ പ്രഖ്യാപനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നൽകുന്നതാണ് ആ ഒരു പോസ്റ്റ് എന്നുള്ളതാണ് ശ്രദ്ധേയം. സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ നാം അതിജീവിച്ചു തുടങ്ങുകയാണ് എന്നുള്ളതാണ് മന്ത്രി ഇതിൽ പറയുന്നത്. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നുവെന്ന സന്തോഷ വർത്തമാനം പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രിയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 1 മിനിറ്റിന് മുൻപ് വന്നിട്ടുള്ളത്. എന്തായാലും വരുമാന വർധനവ് പ്രതീക്ഷിച്ചുകൊണ്ടും ഒപ്പം തന്നെ വരുമാന വർധനവ് നൽകാനുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും ഇത്തവണ ഉള്ളത്. ഒപ്പം തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം, ഒരുപക്ഷെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ധനപ്രതിസന്ധി സംസ്ഥാനം നേരിടുന്ന സാഹചര്യം, ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലുള്ളൊരു ബജറ്റ് പ്രഖ്യാപനമാകുമ്പോൾ സ്വാഭാവികമായും എങ്ങനെ ധനം കണ്ടെത്താൻ, സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാകും ഈ ഒരു ബജറ്റിൽ. എന്തായാലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ക്ഷേമ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണോ അതോ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണോ ഈ ബജറ്റിൽ എന്നുള്ളത് ഒരു പക്ഷേ 1.5 മണിക്കൂറിനകത്ത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുമോ അതോ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ബജറ്റായി ഇത്തവണത്തെ ബജറ്റ് മാറുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും 1.5 മണിക്കൂറിന് ശേഷം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സാധാരണ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം 1ാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതൽ പറയുന്നതാണ് ഈ 2500 ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്നുള്ളത്. കഴിഞ്ഞ ബഡ്ജറ്റിലും ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ കാര്യമായ ഒരു രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. എന്തായാലും 1300 നിന്ന് അത് 1500 1600 ഒക്കെ എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സെസ്സുകൾ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു ഭാഗത്ത് നോക്കുന്നു. നികുതി പിരിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ നികുതിയും ഈ യൂസർ ഫീ അടക്കമുള്ളവ വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും വയനാട് പുനരധിവാസം, ഒപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി, ഈ 2 പദ്ധതികൾക്ക് മുതൽക്കൂട്ടാകുന്ന, ഒപ്പം തന്നെ ഈ 2 പദ്ധതികളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി അദ്ദേഹം ജനം ടിവിയോട് അടക്കം പറയുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും വിഴിഞ്ഞം തുറമുഖം ഒരു അന്താരാഷ്ട്ര തുറമുഖമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നിരവധി തൊഴിൽ സാധ്യതകൾ അടക്കം ഉണ്ടാകാനുള്ള സാഹചര്യം, നിക്ഷേപങ്ങളെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സൂചന നൽകുന്നതും അത്തരത്തിൽ തന്നെയാണ്. മറ്റൊന്ന് വയനാട് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതില്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം കൂട്ടാനുള്ള സാധ്യതകളും കൂടി ഈ ഒരു ബജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. ദേവിക, തീർച്ചയായും. കാരണം ഒരു സംസ്ഥാനം കേന്ദ്രത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കാരണം കേരളത്തിന് കേന്ദ്രം സഹായം നൽകിയില്ല എങ്കിൽ നിത്യച്ചെലവിന് പോലും പണമില്ലാത്ത സാഹചര്യത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യത്തിൽ ഈ പദ്ധതി വിഹിതം അടക്കം പ്രഖ്യാപനത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. എങ്ങനെയും 3ാം പിണറായി സർക്കാർ അധികാരത്തിലേറുക എന്നുള്ളൊരു ലക്ഷ്യം അത് ഇടത് സർക്കാരിന് മുൻപിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു മുൻതൂക്കം നൽകിയുള്ള ബഡ്ജറ്റ് ആയിരിക്കുമോ, പ്രഖ്യാപനമായിരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുന്നു. KSRTC ശമ്പള അടക്കം നൽകാനുള്ള പണം സംസ്ഥാനത്തിന്റെ കയ്യിലില്ല. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ല. KSRTCയിൽ പെൻഷൻ നൽകാൻ പണമില്ല. ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം താളം തെറ്റി കിടക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങൾ, PWD വഴിയുള്ള റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, സർക്കാർ സംവിധാനത്തിലെ നിർമ്മാണങ്ങൾ, ഇതൊക്കെ അടിമുടി താളം തെറ്റി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനൊന്നും ഫണ്ടില്ല എന്നുള്ള സ്ഥിരം പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ധനമന്ത്രി അടക്കമുള്ളവർ ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം, ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ബജറ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. അതോ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റായി മാത്രം ഇത് മുന്നിൽ പോകുമോ എന്നുള്ളതാണ്. എന്തായാലും രാഷ്ട്രീയ അവലോകനം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ എന്തായാലും കൂടുതൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് വരുന്ന സർക്കാരിനെ ഇടത് സർക്കാരാക്കി മാറ്റാൻ അല്ലെങ്കിൽ 3ാം പിണറായി സർക്കാരിനാക്കി മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതിൽ
സംശയമില്ല. എന്തായാലും 100 മുതൽ 200 രൂപ വരെ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും, പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. KSRTCയെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം അടക്കം ധനമന്ത്രി പ്രഖ്യാപിച്ചതാണ് സ്വകാര്യ സർവകലാശാലകൾ, ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ അതോടൊപ്പം തന്നെ ഈ സമകാലീന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ വന്യജീവി മനുഷ്യ സംഘർഷം പോലെയുള്ള കാര്യങ്ങൾക്കും പരിഹാരമാകാവുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാമോ എന്നുള്ളൊരു കാര്യം കൂടി അതായത് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ധനമന്ത്രിക്ക് മുന്നിൽ. അത് പരിഹരിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള ആർജവമുണ്ടോ? ഇങ്ങനെയുള്ള തുടർ ചോദ്യങ്ങളാണ് എപ്പോഴും ഒരു ബജറ്റിനെ ചോദ്യം ചെയ്യുന്നത്, ബജറ്റിനെ വിലയിരുത്തുന്നത്.